അപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാൻ ഇനി ദിവസങ്ങൾ ബാക്കി നിൽക്കേ. സ്കൂളിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇഹാച്ചി ആയിട്ടാണ് സ്കൂളിൽ പോയത്. അപ്പോൾ അതേ ആരാധ്യയും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് ഇരിക്കുകയാണ്. യൂണിഫോമും എല്ലാം ഉണ്ട്. നമുക്ക് അതിൽ വരാനുള്ള ബെൽറ്റും രണ്ട് കൈ കൊണ്ട് വാങ്ങിച്ചോ കാത്തുകുട്ടി മേടിക്കും. അപ്പൊ വാങ്ങിച്ചോ, നന്നായിട്ട് പഠിക്കണേ. ഗിഫ്റ്റാണ്. ആ, അത് കഴിഞ്ഞ് ഗിഫ്റ്റ് സ്കൂൾ തുറക്കുമ്പോഴും തരും കേട്ടോ. ഓക്കെ. ഇക്കൂടെ സ്കൂളായത് കാത്തുകുത്തിക്ക് പിന്നെ വരാം. അപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയ യൂണിഫോമും സാധനങ്ങളൊക്കെ കയ്യോടെ തയ്പ്പിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. പോകുന്ന വഴി നോക്കിയപ്പോൾ വലിയൊരു മരം ദാ ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി. ഇതെങ്ങനെ അതിനകത്ത് കൂടെ പോകും എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. മൊത്തം ചെളിയും കാടും പടലും എന്ത് പറയാൻ, ചുറ്റിനും ഒരു ഏകാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു. മൊത്തവും മൂകത പിടിച്ചതുപോലെ. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്തു കൂടെയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞൂസിൻ്റെ യൂണിഫോം തയ്ക്കാൻ വേണ്ടി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇഹാച്ചി ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവന് യൂണിഫോം പുതിയത് കിട്ടിയത് കാരണം. അപ്പോൾ അതപ്പം തന്നെ ഞങ്ങൾ തയ്ക്കാൻ കൊടുക്കാൻ വേണ്ടി ഈ വഴി കൂടി ഇങ്ങനെ പോവുകയാണ്. ഭയങ്കര ദുർഘടം പിടിച്ചൊരു വഴിയായിരുന്നു. അതെ, ചെളിയിൽ പുതഞ്ഞു പോയി കാര്യം. അപ്പോൾ എന്തായാലും ഭയങ്കര സീനായിരുന്നു. വെള്ളമൊക്കെ വീർത്ത് ഇങ്ങനെ കിടക്കുന്ന സമയമാണല്ലോ. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെയൊക്കെ ഈ വഴി കൂടെയൊക്കെ പോയിട്ട് തുള്ളി വെള്ളമില്ലായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ എന്തായാലും മൊത്തവും വെള്ളവും ഭയങ്കര ചെളിയും എന്താ പറയുക, നമുക്ക് നടക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. ഈ വഴി കൂടെ പോകേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. അപ്പോൾ എന്തായാലും വന്നു പോയി പെട്ടുപോയി, പറഞ്ഞിട്ട് കാര്യവുമില്ല. അപ്പോൾ എന്തായാലും ഭയങ്കര കാറ്റല്ലേ തിരിക്കണം. അവിടെ നോക്കി ശ്രദ്ധി. അങ്ങനെ പുക്കിയും ചിജമ്മയും സുധിമമ്മിയും മേടിച്ചല്ലോ. അങ്ങനെ ഞങ്ങൾ കടയിലെത്തി. ഹാച്ചിയുടെ യൂണിഫോം തയ്പ്പിക്കാനൊക്കെ കൊടുത്തു. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ്. ഇക്കു കഴിഞ്ഞെങ്കിൽ പോകാൻ നിൽക്കേ. അപ്പോൾ ഹാച്ചി വിചാരിച്ച യൂണിഫോം ഇപ്പം തന്നെ തയ്ച്ച് കിട്ടുമെന്നാണ്. അപ്പോൾ അങ്ങനെ കിട്ടത്തില്ലെന്ന് അറിഞ്ഞപ്പോൾ ആളിന് ഭയങ്കര സങ്കടമായിട്ട് വിഷമിച്ച് എൻ്റെ മേത്ത് തോളിൽ കിടക്കുവാണ്. അങ്ങനെ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് പതിയെ ഞങ്ങൾ കടയിലോട്ട് പോവാണ്. അങ്ങനെ കടയിൽ കയറി കഴിഞ്ഞപ്പോൾ ആളിന് ആകെപ്പാടെ എന്ത് വേണമെന്നുള്ളൊരു കൺഫ്യൂഷൻ. കട്ട്സും ചായയും കുടിച്ച് യൂണിഫോം തയ്ക്കാൻ കൊടുത്ത് ഞങ്ങളിതാ വീട്ടിലേക്കല്ല, ഇഹാനെ അംഗനവാടിയിലാക്കിയിട്ട് വീട്ടിലേക്ക് പോവാണ്. കൊള്ളാം കേട്ടോ. എന്തായാലും ഇപ്പോൾ നമ്മൾ പോയ വഴിക്ക് നമുക്ക് കിട്ടിയ ചെടികളൊക്കെ ഇതിൻ്റെ ഫേവറേറ്റ് ആണ്. ഇങ്ങനെ ചെടികൾ വീട്ടിൽ കൊണ്ടാണ് നടുന്നത്. അതൊക്കെ അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ബാക്കി പരിപാടി ജോലികളും കാര്യങ്ങളിലൊക്കെ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് ബൈ.